നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിക്കാൻ 3 നാൾ മാത്രം ശേഷിക്കെ കോൺഗ്രസ് നേതാക്കളുടെ വാഹനം പരിശോധിച്ചത് വിവാദമായി. പരിശോധനയ്ക്കായിരുന്നില്ല പ്രാധാന്യം, അപമാനിക്കലിനായിരുന്നു എന്ന് ലക്ഷ്യമെന്ന് ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും പ്രതികരിച്ചു. അവരുടെ പ്രതികരണങ്ങളിലേക്ക് ആദ്യം നമ്മൾ കടന്നിരുന്നു. പോലീസുകാരൻ കൈ കാണിച്ചപ്പോൾ ഞാൻ വണ്ടി ഒതുക്കിയിട്ട് ഞാൻ എന്താന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ലൈറ്റ് കൊണ്ട് എന്നോട് ഇങ്ങനെ ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി. അപ്പോൾ എന്നോട് പറഞ്ഞു ഡിക്കി തുറക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡിക്കി തുറന്നു കൊടുത്തു. അത് തുറന്നു കൊടുത്തിട്ട് എന്നോട് പറയാം പെട്ടി എടുക്കുമെന്ന് പറഞ്ഞു. പെട്ടി തുറക്കാൻ പറഞ്ഞു. ഞാൻ തന്നെ ആ ഡിക്കിയിലുള്ള എല്ലാ വാഹനത്തിലുള്ള എല്ലാ പെട്ടി എടുത്ത് പുറത്ത് വെച്ചു. പിന്നെ എന്നിട്ട് പറഞ്ഞു പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വന്നിട്ട് പറയാം കുഴപ്പമില്ല പോട്ടെ എന്ന്. ഞാൻ ചോദിച്ചാൽ അത് ശരിയല്ലല്ലോ. ഞങ്ങൾ പൂർണ്ണമായും ആ പരിശോധനയായിട്ട് സഹകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടെ വണ്ടി നിർത്താതെ പോയിട്ടില്ല, വണ്ടി നിർത്തിയിട്ടുണ്ട്, ഡിക്കി തുറക്കാതിരുന്നിട്ടില്ല, പെട്ടി പുറത്തെടുക്കാതിരുന്നിട്ടില്ല, പെട്ടി തുറക്കാതിരുന്നിട്ടില്ല, എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഇന്റൻഷൻ എന്താണ് എന്നുള്ളത് സ്വാഭാവികമായും ആ സമയത്തൊരു സംശയം തോന്നി. ഇനിയിപ്പം നിങ്ങൾ വാർത്തയൊക്കെ ആക്കിയ സ്ഥിതിക്ക് ചിലപ്പം പരിശോധിക്കുമായിരിക്കും. MPയുടെ മുഖത്തേക്ക് ടോർച്ച് അടിക്കുന്നു. ഓക്കെ ആയിക്കോട്ടെ. എന്നിട്ട് ടോർച്ച് വെച്ചിട്ട് തന്നെ ഒരു വാക്കുപോലുമില്ല, ടോർച്ച് വെച്ചിട്ട് തന്നെ വളരെ ഇൻസൾട്ടിംഗ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നു. ഞങ്ങൾ എല്ലാവരും പറഞ്ഞു. ഞങ്ങളതൊരു തമാശയായിട്ടാണ് എടുത്തത്. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു. MPയോട് ഡിക്കി തുറക്കാൻ പറയുന്നു, ഡിക്കി തുറക്കുന്നു. പെട്ടിയെടുത്ത് വെളി വെക്കാൻ പറയുന്നു, പെട്ടിയെടുത്ത് വെളി വെക്കുന്നു. അത് കഴിയുമ്പോൾ തിരിച്ചെടുത്ത് വെക്കാൻ പറയുന്നത് അത് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടല്ല. കോൺഗ്രസ് നേതാക്കന്മാരുടെ വാഹനം പരിശോധിച്ചത് വിവാദമായിട്ടുണ്ട്. ഇതാണ് ആ ദൃശ്യങ്ങൾ. ഷാഫി പറമ്പിൽ MPയും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുമായിരുന്നു പ്രധാനമായിട്ടും വാഹനത്തിലുണ്ടായിരുന്നത്. പതിവ് പരിശോധനയെന്ന് ഉദ്യോഗസ്ഥന്മാർ പറയുമ്പോഴും MPയോട് മാന്യമല്ലാത്ത രീതിയിൽ സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ടോർച്ച് അടിച്ചു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. മാത്രമല്ല പെട്ടി തുറന്നു നോക്കണമെന്ന് പറയുമ്പോൾ ഇല്ല സംഭവമൊന്നുമില്ല പൊയ്ക്കോളാൻ പറയുന്നു. ആ ദൃശ്യങ്ങളിലേക്ക് നമ്മളൊന്ന് പോകാം. അവിടെ ചെറിയൊരു കശപിശ ഉദ്യോഗസ്ഥന്മാരുമായി ഉണ്ടാവുകയും ചെയ്തു. അതിലേക്ക് സ്വഭാവം കണ്ടറിയാലോ. ഇവിടെ എത്ര CPM MLAമാരുടെ വണ്ടികൾ ഇതുവരെ ഒരെണ്ണം തുറന്നിട്ടുണ്ടോ? ഒരു മന്ത്രിയുടെ വാഹനം കടന്നിട്ടുണ്ടോ? വല്ല പൈസയോ കള്ളപ്പണോ നീലപ്പെട്ടിയോ? അല്ല അതല്ല, എന്തെങ്കിലും പൈസ കിട്ടിയോ ചോദിക്കുക. നീലപ്പണോ പൈസയോ പെട്ടി എന്തെങ്കിലും കിട്ടിയോ? ഇല്ല അല്ലേ? നീലപ്പെട്ടിയൊന്നും കിട്ടിയില്ലല്ലോ. നോക്കിയിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ചോദിക്കുക. മറച്ചു വയ്ക്കാനുള്ളവർക്ക് ആശങ്കയും അമർഷവും ഉണ്ടാകുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ പ്രതികരിച്ചു. മറച്ചു വെക്കാനുള്ളവർക്ക് പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് അമർഷവും പ്രതിഷേധവും രൂപപ്പെട്ടു വരാം. ഇവർക്ക് വേറെ ഒരു പൊളിറ്റിക്സും പറയാനില്ല, ഒരു രാഷ്ട്രീയവും പറയാനില്ല. നിരായി സ്വീകരിക്കപ്പെട്ട UDFനെയാണ് ഇവിടെ നടന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായിട്ടുള്ള പരിശോധന ഉണ്ടാവും. പരിശോധനയുടെ ഭാഗമായിട്ട് നിരവധി വാഹനങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അതിലെന്താ ഇപ്പോൾ അത്ഭുതമുള്ളത്? അതായത് ഉദ്യോഗസ്ഥന്മാർ അവരെ പണിയിൽ നടത്തുന്നത്. അവർ പണി നടത്തുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുന്നതിനാ താൻ തോന്നി കളിക്കുകയാണ്. സാധാരണ നടപടികളുടെ ഭാഗമാണ് പരിശോധനയെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ ചീഫ് ഇലക്ടറൽ ഓഫീസറിന് റിപ്പോർട്ട് കൊടുത്തു. പെട്ടി പരിശോധന വിവാദത്തിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ നിലമ്പൂരിൽ അടിയന്തര യോഗം ചേരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് എന്നിവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ വിവാദമായ പരിശോധനയുടെ വിശദാംശങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് B ദിലീപ് കുമാറും അതുപോലെ വിമിൻ C വിജയനും ചേരുകയാണ്. രജിത് ശ്രീകുമാരനും നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്യുന്നു. ആദ്യം ദിലീപ് കുമാറിലേക്ക്. ദിലീപ് കുമാർ, കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഇതിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാക്കന്മാർ തയ്യാറായിട്ടുണ്ടോ? കാര്യം ഈ പെട്ടി പരിശോധന അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. എന്നാൽ ഈ പെട്ടി പരിശോധിക്കുന്നത് വെറും ഒരു ചടങ്ങ് പോലെ നിങ്ങളിനി പൊയ്ക്കോളൂ എന്ന് പറഞ്ഞതും നമുക്കത്ര അങ്ങോട്ട് എൻ്റർടൈൻ ചെയ്യാൻ കഴിയുന്നില്ല. കാരണം പെട്ടി പരിശോധനയാണെങ്കിൽ പൂർണ്ണമായും പരിശോധിക്കണമല്ലോ. പാലക്കാടിന് പിന്നാലെ നിലമ്പൂരിലും പെട്ടി വിവാദം സജീവ ചർച്ചയാവുകയാണ്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് നിലമ്പൂർ ടൌണിന് സമീപം കനോലി പ്ലോട്ടിനടി അരികെ വടപുറം എന്ന സ്ഥലത്ത് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, ലീഗ് നേതാവ് PK ഫിറോസ് എന്നിവർ സഞ്ചരിച്ച വാഹനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ നിർത്തി പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ ഡിക്കി തുറക്കണമെന്നും ഡിക്കിയിൽ നിന്ന് പെട്ടി അപ്പോൾ തന്നെ കോൺഗ്രസ് നേതാക്കളെടുത്ത് റോഡിലേക്ക് വയ്ക്കുന്നു. ഈ പെട്ടി പരിശോധിക്കണമെന്നും ആവശ്യപ്പെടുന്നു. ഇവരോട് മടങ്ങിക്കൊള്ളാൻ ഉദ്യോഗസ്ഥർ പറഞ്ഞെങ്കിലും അത് ചെവിക്കൊള്ളാൻ ഈ കോൺഗ്രസ് നേതാക്കൾ തയ്യാറായിരുന്നില്ല. അവർ ഈ പെട്ടി തുറന്നു പരിശോധിച്ചേ മതിയാകൂ എന്ന നിലപാടെടുത്തു. അതിനിടെ ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥനോട് നമുക്ക് ലഭ്യമാകുന്ന വിവരം കരുളായി വില്ലേജ് ഓഫീസർ ആയിരുന്നു ആ സമയത്ത് ഈ പെട്ടി പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയതെന്നാണ്. പെട്ടി പരിശോധനയല്ല, ആ സമയത്ത് അതുവഴി കടന്നുപോകുന്ന വാഹനങ്ങളുടെ പരിശോധനയ്ക്ക് അദ്ദേഹത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സർവീസിലുണ്ടല്ലോ, ഇതിന് പാരിതോഷികം തന്നിരിക്കും എന്ന നിലയിൽ
രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരാമർശവും പുറത്തു വന്നിട്ടുണ്ട്. ഇത് വിവാദമായതോടുകൂടി LDF ഈ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ്. കോൺഗ്രസ് ഇപ്പോൾ അതിൽ നിന്ന് ഏതാണ്ട് ഒരു ചുവട് പിന്നോട്ട് പോകുന്ന നിലയിലേക്കാണ്. ഇപ്പോൾ അല്പസമയം മുമ്പ് കോൺഗ്രസ് നേതാക്കൾ ഇവിടെ നിലമ്പൂരിൽ സ്വകാര്യ ഹോട്ടലിൽ ഉന്നതതല യോഗം, അടിയന്തര യോഗം ചേർന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ എന്നിവർ ഈ യോഗത്തിൽ പങ്കെടുത്തു. അല്ലാതെ തന്നെ സർക്കാർ വിരുദ്ധ വികാരം വ്യാപകമായി മണ്ഡലത്തിലുണ്ട്. ജയിക്കാവുന്ന സാഹചര്യമാണ്. അത്തരമൊരു സാഹചര്യത്തിലെ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കേണ്ടതില്ല എന്ന ഒരു വിലയിരുത്തൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ അഭിപ്രായം ഇനി ഔദ്യോഗിക അഭിപ്രായം ഇനി പറയാനിരിക്കുന്നതേ ഉള്ളൂ. KPCC അധ്യക്ഷൻ 10:30 മാധ്യമപ്രവർത്തകരെ കാണും. അല്പസമയം മുമ്പ് ഈ യോഗം കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പുറത്തേക്ക് പോയി. അദ്ദേഹം വന്നപ്പോഴും തിരികെ പോയപ്പോഴും പ്രതികരിക്കാൻ കൂട്ടാക്കിയില്ല. KPCC അധ്യക്ഷൻ ഇക്കാര്യത്തിൽ നിലപാട് അറിയിക്കും എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും പെട്ടി വിവാദമാണ് ഇപ്പോൾ നിലമ്പൂരിൽ സജീവ ചർച്ചാ വിഷയമായിരിക്കുന്നത്. SKN ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.